6:10 മോർണിംഗത്തിൽ ഞാനവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം പോയി, ഇല്ലെങ്കിൽ മുമ്പേ ഇറങ്ങാമായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചില വോക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ ഒരു ചായ കുടിച്ച് നമ്മൾ തിരിച്ച് പോകുന്നതായിരിക്കും. വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ആ ടിപ്പ് ഞങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബാംഗ്ലൂരിലൊക്കെ പ്രത്യേകതയാണ് ഇതുപോലെ അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വഴികളൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, മോർണിംഗിലൊക്കെ നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ടൈം കിട്ടും നമുക്കിതുപോലെ 1 മണിക്കൂറൊക്കെ നടക്കാനായിട്ട്. ഇവിടെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഗ്രൗണ്ടുകൾ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നടക്കാം. ടൈം സ്പെൻഡ് വണ്ടിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയൊക്കെ ശല്യങ്ങളൊന്നും വരത്തില്ല. കുറേ സമയം ഞാൻ ലേറ്റായി, പക്ഷേ ഈ സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നാളെ നമ്മുടെയും ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് എവിടെയാണെന്ന് പറഞ്ഞാലും രാവിലെ മോർണിംഗിൽ ആരും ബിസി ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബുദ്ധിമുട്ടുള്ളൊന്നും ഹെൽത്ത് മീൻസ് ഒരു അപകടങ്ങളോ രാവിലെ വണ്ടിയുടെ റഷുകളോ ഇല്ല അങ്ങനെയുള്ള ഇഷ്യൂസുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ജോലിയുടെ ബിസിയൊക്കെയാണ്, തിരക്കുകളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അതൊക്കെ ഒഴിവാക്കാൻ പറ്റി ഇതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൾക്കാർ റണ്ണിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ഈ ആൾക്കാർ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെയാണ് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരിയേറെ വരട്ടെ എന്നുപോലത്തെ നല്ലൊരു വീഡിയോ ടിപ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രിപ്പയർഡായി നല്ല ഒരു ഹെൽത്തി ലൈഫ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറെക്കുറെ വോക്കിങ്ങൊക്കെ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടുതൽ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഫുഡ് വേഴ്സസ് വാട്ടർ, അതുപോലെ തന്നെ ഫാറ്റ്, ഫൈബർ, ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഒരു ഡേ ത്രൂ ഔട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ 25% കാർബോഹൈഡ്രേറ്റും അല്ല ഫൈബറും നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 25% വെജിറ്റബിൾസും അതിനകത്തും എന്ത് പറയുന്നത് ഫൈബർ കണ്ടന്റ്, ഇൻസോലുബിൾ ഫൈബർ കണ്ടൻസുകളുള്ള ഫുഡുകൾ നമുക്ക് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വേണ്ടിയത് നമുക്ക് 20% വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമ്മൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് മസ്റ്റായിട്ട് ഡീഹൈഡ്രേറ്റ് ഒന്നും ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ 25 50 ആയി. അതുപോലെ തന്നെ 20 നമ്മുടെ ഇതിനെക്കുറിച്ചായി, വാട്ടറിനെ കുറിച്ചായി. അതുപോലെ 20% ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോട്ടീൻ ഫുഡ്, അതുപോലെ ഡയറ്ററി ഫുഡുകൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി 10% മാത്രമാണ് ഓയിൽ, ഫാറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 100% നോക്കുമ്പോൾ ഇങ്ങനെ 25% പ്ലസ് 20 അതുപോലെ തന്നെ 10% അങ്ങനെ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനും ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് മോർണിംഗ് വോക്കിൻ്റെ ഇടയ്ക്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്രയും ഒരു വീഡിയോസ് ഷെയർ ചെയ്തതാണ്. അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ 1 hour വോക്കിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു വലിയ ഘടകം നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഹെൽത്തി ഒരു ചെറിയ വോക്കിംഗ്, ഇതുപോലെ ചെറിയൊരു ജോഗിങ് മാത്രമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാരൊക്കെ നല്ല റണ്ണിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുക, വോക്കിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അറൗണ്ട് 1 hour നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിറ്റ്നസ് ഉള്ളൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഫ്രണ്ട്സുകൾക്കും നന്ദി. മുന്നോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നടക്കാറിറങ്ങിയാണ്. ഇനി എൻ്റെ നടപ്പിൻ്റെ ഏകദേശം ഇതൊക്കെ കഴിയാറായി. സമയം ഇവിടെ
നാട്ടിലെ ആനകളെ പോലെ തന്നെ 2-3 ആനകളെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നു.